കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിക്കുന്നത് ശ്രുതി ചന്ദ്രമതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്, ചന്ദ്രമതിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും അങ്ങനെ ശ്രുതി വന്നു കഴിയുമ്പോഴത്തേനും ശ്രുതി വലിയ ആളാന്നുള്ള ഭാവത്തിലേക്കാണ് പെരുമാറുന്നത്. പോരാത്തിന് രേവതിയോട് അങ്ങനെ രേവതിയോട് പെരുമാറി കഴിയുമ്പോൾ രേവതിയുടെ 8ന്റെ പണി തന്നെ ശ്രുതിക്ക് കൊടുക്കുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് നമ്മൾ അവസാനം കണ്ടത് ശ്രുതി തന്റെ വീട്ടിൽ ചെന്നിട്ട് അമ്മേനെ കാണുമായിരുന്നു. അങ്ങനെ കാണാൻ ചെന്നപ്പോൾ ആ വലിയ സത്യങ്ങളൊക്കെ വെളിവാകുന്നേ. ശ്രുതിയുടെ മുമ്പ് കല്യാണം കഴിഞ്ഞതായിരുന്നു, അതിനകത്തൊരു മോനൊക്കെ ഉണ്ടെന്നുള്ളത്. പക്ഷെ ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണ് ശ്രുതിയെ വിവാഹം കഴിക്കാനായിട്ട് ആ ഒരു തീരുമാനമൊക്കെ ശ്രുതി എടുത്തിരിക്കുന്നത്. ശ്രുതിയുടെ ഒറിജിനൽ പേര് പോലും മാറ്റമാണ്, കല്യാണി എന്നാണ് ശരിക്കുള്ള പേര്. അപ്പോൾ അവള് വലിയ തരികിടയാന്നുള്ള കാര്യം മനസ്സിലായി. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തോളം കൂടെയാണ്. അവൾ എന്ത് ചെയ്യാണ്, പിന്നീട് ബാമേനം കൂട്ടിയിട്ട് ചന്ദ്രമതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ചന്ദ്രമതി വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ആ സമയത്ത് രേവതി എവിടെയെല്ലാം അടിച്ചു വാരിക്കൊണ്ടിരിക്കുമായിരുന്നു. അടിച്ചു വാരി ഡസ്റ്റ്ബിനിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ട് വരുന്നത്. ഈ സമയത്ത് ബാമ എന്ത് ചെയ്യുകയാണ്, ബാമ ഓട്ടോറിക്ഷക്കാരുടെ പൈസ കൊടുത്തിട്ട് പുറകെ വരുന്നുണ്ടായിരുന്നുള്ളൂ. വന്ന ഉടനെ ശ്രുതി പറഞ്ഞു, അല്ല ഇവിടെ അല്ലേ ചന്ദ്രമതി ആൻറ്റി ഇല്ലേ, വിളിക്കാൻ പറയാണ്. അല്ല ഇപ്പം ഞാൻ വിളിക്കാം, ഒരു മിനിറ്റ് ഞാനൊന്ന് തൂത്തുവായിട്ട് വിളിക്കാം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ തൂത്തു തുടങ്ങിയാൽ വൃത്തിയാക്കോ എന്തോ ചെയ്തോ, അത് ഞാൻ പറഞ്ഞതിന് ശേഷം മാത്രം മതി. ഇപ്പം പോയി വിളിച്ചുകൊണ്ട് വരാൻ പറയാണ്. രേവതിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. ഇവിടെ വന്നിട്ട് തന്നോട് കൽപ്പിക്കാൻ ഇവൾ ആരാന്നുള്ള രീതിയിലായിരുന്നു രേവതിയുടെ നോട്ടവും ഭാവവും ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിക്ക് അത് സഹിച്ചില്ല. പറയുന്നത് കേട്ടില്ലേ, പറയുന്നത് അങ്ങോട്ട് അനുസരിക്കാൻ പറഞ്ഞുകൊണ്ട് കിടന്ന് ദേഷ്യപ്പെടുവാണ് രേവതിയോട്. രേവതി അങ്ങ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് എറിപ്പോണം. ഈ സമയത്ത് ഭാമ അങ്ങോട്ട് വന്നു. ഭാമ ചോദിച്ചു, എന്താ മോളെ, എന്ത് പറ്റിയെന്ന് ചോദിക്കും. അവളുടെ അഹങ്കാരം കണ്ടില്ലേ, വേലക്കാരിയാണെങ്കിലും അവൾക്ക് ഇത്ര അഹങ്കാരമാണെന്ന് ചോദിക്കുകയാണ്. ആ സമയത്താണ് രേവതി പോകുന്നുണ്ട്. മോളെ അത് വേലക്കാരിയല്ല, ഈ വീട്ടിലെ ഇളയ മോൻ്റെ ഭാര്യ എന്ന്. അയ്യോ ചതിച്ചില്ല ആൻറ്റി, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയിക്കണം. സാരമില്ലാന്ന് പറയണം. ആ ചന്ദ്രമതി അങ്ങോട്ട് വരുവാ. ചന്ദ്രമതി വന്നപ്പോൾ ചന്ദ്രമതിയോട് ശ്രുതി ആ കാര്യങ്ങളൊക്കെ പറയാ. രേവതിയോട് മോശമായിട്ട് പെരുമാറിയത് ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നല്ല കാര്യമല്ലേ അത്. അവളോട് അങ്ങനെയൊന്നും പറഞ്ഞു ഒരു കുഴപ്പമില്ല കേട്ടോ. അവളെ ഞാൻ ഈ വീട്ടിലൊരു വേലക്കാരിയായിട്ടോ കാണുന്നുള്ളൂ, അതിനപ്പുറം ഒന്നും കാണുന്നില്ല. അവൾക്ക് ആ സ്ഥാനവും ഞാൻ കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും രേവതി അങ്ങോട്ട് വന്നു. രേവതിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ പറഞ്ഞതൊക്കെ. കാരണം തന്നെക്കുറിച്ച് ഇത്ര മോശമായ രീതിയിൽ, അതും വീട്ടിലേക്ക് ആദ്യമായിട്ട് വരുന്നൊരു പെണ്ണിനോട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അപ്പം ഇവിടെ എന്തിനായിരിക്കും പോലും ഇങ്ങ് വന്നേ. ബാമാൻ്റെ കൂടെ വരണമെങ്കിൽ എന്തൊരു കാരണമില്ലാതെ വരത്തില്ല. അപ്പോൾ വലിയ സെറ്റപ്പാക്കി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ശ്രുതിനെ കണ്ടതും ചന്ദ്രമതി അങ്ങോട്ട് ഭയങ്കരമായിട്ട് കയ്യെ പിടിച്ച് വാ മോളെ എന്നൊക്കെ പറഞ്ഞ് കയറ്റിക്കൊണ്ട് അങ്ങോട്ട് ഇരിക്കുകയാണ്. മോൾക്ക് എന്താ വേണ്ടേ, ഇവിടെ ഇരിക്കാനൊക്കെ പറഞ്ഞ് ഇരുത്തുവാണ്. ശ്രുതി കണ്ടു. അപ്പം ശ്രുതി വന്ന് ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വെപ്രാളമായിപ്പോയി. ഓടിപ്പോയിട്ട് മുറിയിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. കുറേ സ്പ്രേ ഒക്കെ എടുത്ത് അങ്ങോട്ട് പൂശുവാണ്. ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലേണ്ടതല്ലേ. പിന്നീട് ചന്ദ്രമതി ശ്രുതിനെ വിളിക്കുകയാണ്. ശ്രുതിനെ വിളിച്ചപ്പോൾ ശ്രുതി ഒന്നും അറിയപ്പെട്ട് ഇങ്ങോട്ട് വരുവാണ്, വന്നിരിക്കുക. ശ്രുതിനെ കണ്ടത് ഹായ് ശ്രുതി എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു രാത്രി മൊത്തം ഹോസ്പിറ്റലിൽ വെച്ച് ശ്രുതിയുടെ ഒപ്പം ശ്രുതി ആയിരുന്നില്ല ഉണ്ടായിരുന്നേ. ഇല്ല, നിങ്ങൾ തമ്മിൽ എനിക്ക് പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ എന്ന് ചോദിക്കുക. ബാ ശ്രുതി വന്നിരിക്കാനൊക്കെ പറയാണ്. ഈ സമയത്ത് രേവതി നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. രേവതിക്ക് അങ്ങോട്ട് സഹിച്ചില്ല. കാരണം താൻ ഈ വീട്ടിലേക്ക് വന്നിട്ട് ഇത്രയും ദിവസമായി സ്നേഹത്തോടെ ഒരു വാക്ക് പോലും അമ്മ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോഴോ ഇന്ന് കയറി വന്ന ആ പെണ്ണിനോട് കാണിക്കുന്ന സ്നേഹം, അവള് വലിയ പൈസ ടീമൊക്കെ ആയിരിക്കും, അതായിരിക്കും അമ്മ ഇത്ര സ്നേഹമൊക്കെ കാണിക്കുന്നത്. ആ സമയത്താണ് അങ്ങോട്ട് രവീന്ദ്രനൊക്കെ വരുന്നുണ്ട്. രവീന്ദ്രനോട് ചന്ദ്രമതി ആ കാര്യങ്ങളൊക്കെ പറയുകയാണ്, ശ്രുതിയെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ. അതിനുശേഷം പറഞ്ഞു, ഞാൻ ശ്രുതിയോടൊപ്പം തന്നെ അല്ല ശ്രുതിക്ക് വിവാഹം ആലോചിച്ചിട്ടുണ്ടായിരുന്നു പറയാണ്. അത് കേട്ടപ്പോൾ രവീന്ദ്രന് സംശയം, ഇവിടെ എന്തൊക്കെയാ ഈ പറയണേ, ഒരു പെണ്ണ് തന്നെ ഇങ്ങോട്ട് കയറി വരുന്നു, സാധാരണ വീട്ടിൽ കാരണന്മാരൊക്കെയല്ലേ വരേണ്ടത്. ആ ഒരു ഡൗട്ട് വെച്ച് രവീന്ദ്രൻ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു, അവളുടെ അച്ഛനും അമ്മയൊന്നും ഇവിടെ ഇല്ല, അമ്മ മരിച്ചു പോയതാ, അച്ഛൻ 2ാമത് വിവാഹം കഴിച്ചു, അച്ഛൻ പുറത്തൊക്കെയാന്ന് പറയാണ്. ഈ സമയത്ത് രേവതി എന്ത് ചെയ്യുക, രേവതി ഉള്ള ചായയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ചായ വേണോന്ന് ആദ്യം ശ്രുതിയോട് ചോദിച്ചായിരുന്നു. അപ്പോൾ ശ്രുതി ഒന്നും മിണ്ടില്ല. പിന്നീട് വീട്ടിൽ വന്നിട്ട് മര്യാദ വെച്ച് രേവതി ചായ ആയിട്ട് വരുവാണ്. രേവതി എന്ത് ചെയ്യണം, മനഃപൂർവ്വം ആ ഗ്ലാസ്സിനിട്ടൊരു തട്ടം കൂടെ കൊടുത്തു. കുറച്ച് ചായ ശ്രുതിയുടെ മേത്തേക്ക് അങ്ങോട്ട് വീഴുന്നുണ്ട്. അത്രയെങ്കിലും ചെയ്യേണ്ട കടമയില്ലേ, കാരണം ശ്രുതിയുടെ പെണ്ണല്ലേ, ശ്രുതിക്ക് വേണ്ടി ഇങ്ങോട്ട് കയറി വന്ന പെണ്ണല്ലേ, അവൾക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലുണ്ടെന്ന് തോന്നുന്നത്. വന്നപ്പോൾ തന്നെ താഴ്ത്തി കെട്ടാനാണ് ശ്രമിച്ചത്. അപ്പോൾ അവൾ വെറുതെ വിടാൻ പാടുണ്ടോ. മനഃപൂർവ്വം ചായ വീണ് കഴിഞ്ഞപ്പോഴത്തേനും ഇതിന്റെ പേര് ചന്ദ്രമതി രേവതിയോട് ഇങ്ങനെ ദേഷ്യപ്പെടുവാണ്. രവീന്ദ്രൻ ചീത്ത പറഞ്ഞു ചന്ദ്രമതിനെ. അപ്പോൾ ആ ചായ അടിച്ചിട്ട് പോയെന്ന് ഓർത്ത് ഇനിയിപ്പോൾ ഇതിന് മാത്രം അങ്ങനെ ദേഷ്യപ്പെടേണ്ട വല്ല ആവശ്യമുണ്ടോ. സ്വാഭാവികമായിട്ട് അതിങ്ങനെ അറിയാതെ സംഭവിച്ചായിരിക്കും, അല്ലാതെ നീ കൂടുതൽ പറയണ്ടെന്നൊക്കെ പറയാം.
രേവതി അങ്ങോട്ട് മാറി നിന്ന് പിന്നെ ഇവരോട് സംസാരിക്കുന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. ശ്രുതിയുടെ ഭയങ്കര സ്നേഹം കാണിക്കുന്നു, പിന്നെ ശ്രുതിനെ അടുത്ത് വിളിച്ചിരുത്തി ശ്രുതിയായിട്ട് സംസാരിക്കുന്നതൊക്കെ. പിന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അപ്പൊ ചന്ദ്രമതി ഓർത്ത് ഇനി ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു ശ്രുതിനെ കല്യാണം ആലോചിച്ച്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവൻ ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഉറപ്പാണ്. ഒരു നിമിഷം ശ്രുതി അമ്പരന്ന് പോയി. തന്നെ ഇഷ്ടമില്ലാന്ന് തോന്നുന്നു ശ്രുതിക്ക്. അപ്പൊ താൻ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയല്ലോ ഭഗവാനെ, വെറുതെ ഉള്ള കള്ളത്തരങ്ങളെല്ലാം പറഞ്ഞു കൂട്ടി. അപ്പൊ രവീന്ദ്രന്റെ ഇടയ്ക്ക് ശ്രുതിനെ ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ടായിരുന്നു. ശ്രുതി കുറെ കള്ളങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ രവീന്ദ്രന് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം വിശ്വസിക്കാൻ പറ്റിയില്ല. ഒരുത്തിയാണെങ്കിൽ 50 ലക്ഷം രൂപയും കൊണ്ട് പോയതാ. ഇനി അങ്ങനത്തെ ഒരുത്തിയാണോ വരുന്നതെന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് രവീന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ കിള്ളിക്കിള്ളി ചോദിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ അച്ഛൻ എവിടെ, എന്തെടുക്കുക, എവിടെയാ ജോലി എന്ന്, അതൊക്കെ വ്യത്യസ്തങ്ങളായ മറുപടി കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ രവീന്ദ്രന് ഉള്ളിലൊരു സംശയം ഉണ്ടായി. പക്ഷെ ചന്ദ്രമതിക്കോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. ശ്രുതി ഏതാണ്ട് വലിയ വലിയ കൊമ്പത്തെ ഏതാണ്ട് കോടീശ്വരന്റെ മോളാന്നുള്ള ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഒന്നുമില്ലാത്താണ്. ഒരു കല്യാണം കഴിഞ്ഞൊരു മോനുണ്ടെന്ന് സത്യം അതുപോലും ചന്ദ്രമതിക്ക് അറിയില്ലായിരുന്നു. അതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രമതി ഒരിക്കലും വിവാഹത്തിന് പോലും സമ്മതിക്കില്ലല്ലോ. പിന്നീട് ശ്രുതി അകത്തേക്ക് പോയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ശ്രുതി അന്ന് വാങ്ങിച്ചു കൊടുത്ത ആ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ടായിരുന്നു വരുന്നത്. ആ ഷർട്ട് ഇട്ടുകൊണ്ട് തന്നെ ഇഷ്ടമുണ്ടെങ്കിൽ ആ ഷർട്ട് ഇടണമെന്ന് പറഞ്ഞേ. അപ്പം ഇഷ്ടമുള്ളതിന്റെ സൂചനയായിട്ട് ആ ഷർട്ട് ഇട്ടുകൊണ്ട് വന്നു കഴിയുമ്പോഴത്തേനും ശ്രുതിക്ക് സന്തോഷമായി. അപ്പൊ ഇഷ്ടമായെന്നൊക്കെ മനസ്സിലായി. പിന്നീട് ശ്രുതിയെ പോവുകയാണ്. പക്ഷെ രേവതിക്ക് സഹിച്ചില്ല. കാരണം തൻ്റെ മുന്നിൽ വെച്ച ചന്ദ്രമതി ഇത്ര സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തുമ്പോൾ സഹിക്കുമോ? പിന്നീട് വീട്ടിലേക്ക് വിളിച്ച് തൻ്റെ വിഷമങ്ങളും വേദനകളും ഒക്കെ പറയുവാണ് അമ്മയോട്. കാരണം ഇത്രമാത്രം സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി. ഒരിക്കലും എന്നെ ഇന്ന് വരെ ഇവിടെ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഒരു മോളേന്ന് പോലും എന്നെ വിളിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് അവൾ വന്നു കഴിയുമ്പോഴത്തേനും അവളെ ഭയങ്കരമായിട്ട് സ്നേഹത്തോടെ പെരുമാറി നമ്മെ ഞാൻ ആരുമല്ലാന്നൊരു തോന്നലേക്ക് എനിക്ക് ഉണ്ടായെന്ന് പറയാം. ഈ സമയത്ത് ലക്ഷ്മിയമ്മയ്ക്ക് ഇതൊന്ന് കേട്ട് ഒരു കൂസലില്ലായിരുന്നു. ലക്ഷ്മിയമ്മ പറഞ്ഞു, മോളെ നീ ധൈര്യമായിട്ടിരിക്കുക, നീ എന്തിനാ ഇങ്ങനെ ഇടിക്കുന്നത്? അവർക്ക് ഇഷ്ടമുണ്ടേ മാത്രം വിളിച്ചാൽ മതി, ഇല്ലെങ്കിൽ അവർ വിളിക്കണ്ട. സാറല്ലേ പോട്ടെ, നീ അത് മൈൻഡ് ചെയ്യണ്ടെന്ന് പറയണം. ഇത്രയും കാലം നീ അവരെ കണ്ടല്ല അവിടെ ജീവിച്ചത്. നിന്റെ ഭർത്താവുണ്ട്, അതോടൊപ്പം നിന്നെ രവിയേട്ടൻ അവിടെ ഇല്ലേ? നീ അവർ പറയുന്നതൊക്കെ അനുസരിച്ചാൽ മതി. നിന്നെ അവർ സ്നേഹിക്കുന്നില്ലേ? ആ ഒരു സ്നേഹം മതി എന്ന് പറയാണ്. ഇനിയിപ്പോൾ ചന്ദ്രമതി സ്നേഹിച്ചില്ലെന്ന് ഓർത്തുകൊണ്ട് നിനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്തോ രേവതിക്ക് വല്ലാത്തൊരു വീർപ്പുട്ടറാണ് അനുഭവപ്പെട്ടത്. തൻ്റെ കൺമുനി വെച്ചല്ലേ ഇങ്ങനെ സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തുന്നത്. പോരാത്തനെ ഇടയ്ക്ക് രേവതിനെ കൊച്ചാക്കി പറയുന്നുണ്ടായിരുന്നു. അത് രേവതിക്ക് സഹിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു കാര്യം മാത്രം രവീന്ദ്രൻ പറഞ്ഞു, കല്യാണം ആലോചിക്കോ നടത്തുവോ എന്ത് വേണം ചെയ്തു. പക്ഷെ ഒരു കാര്യമുണ്ട്, നന്നായിട്ട് പെണ്ണിനെക്കുറിച്ച് അന്വേഷിക്കണം, അവരുടെ വീടിനെയും വീട്ടുകാരെ കുറിച്ചൊക്കെ അന്വേഷിക്കണം. ഒരു കാരണവശാലും ഇനി ഒരു ചതി പറ്റാൻ പാടില്ലെന്നുള്ളത്. പക്ഷെ ചന്ദ്രമതി അതിനൊക്കെ പുല്ല് വില കൽപ്പിക്കുന്നത്. ചന്ദ്രമതിയുടെ വിചാരം അവൾ കോടീശ്വരന്റെ മോളല്ലേ, ഇനിയിപ്പോൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. പോരാത്തിന് താൻ അങ്ങോട്ട് ആലോചന വേണ്ടി ചെന്നാണ്. അവൾക്ക് അകത്ത് സമ്മതമൊന്നുമില്ലായിരുന്നു, താൻ പറഞ്ഞ് സമ്മതിപ്പിച്ചല്ലേ. അതുകൊണ്ട് കൂടുതൽ അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ തൻ്റെ മോനെ ഇട്ടിട്ട് പോയാലെന്നൊരു ചിന്ത കാരണം ചന്ദ്രമതി പറഞ്ഞേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ആ ചാനൽ ഇഷ്ടപ്പെടുകയാണ്, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിൻ്റെ ഫുൾ വിശേഷമാണ് നമുക്ക് നാളെ രാവിലെ തന്നെ കാണാം കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.